കലം നിറച്ച് തൂളിയ. ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൂട് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂട് എടുക്കാൻ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റിയൊക്കെ ഒത്തിരി സ്ഥലത്ത് മാറ്റിയാണ് കൂട് വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ പോയി നമുക്ക് കൂടൊന്ന് പൊക്കി നോക്കാം. ഇന്നലെ മുതൽ ഭയങ്കര കാറ്റാണ് നമ്മുടെ ഇവിടെ. അതായത് രാവിലെ തുടങ്ങുന്ന കാറ്റ് പിറ്റേ ദിവസം നേരം വെളുത്താൽ, അതായത് ഇന്നലെ നല്ല കാറ്റ്, നല്ല കാറ്റായിരുന്നു. ഇപ്പോഴൊന്നും രാവിലെ നല്ല കാറ്റാണ്. എന്തായാലും നമുക്ക് പോയി ഒന്ന് കൂട് പൊക്കി നോക്കാം, മീൻ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. പോവാം. ഇന്ന് നമ്മൾ പരൽ കിട്ടുകയാണെങ്കിൽ പരലെടുക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. പറമ്പിൽ കൂട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബക്കറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വെള്ളമൊക്കെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കരക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. കേടുപാടുകൾ മാറ്റുന്നതിന് വേണ്ടി കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളിത് ഇവിടെ ഈ സ്പോട്ടിലാണ് കൂട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളവിടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെയും കടകളാണ്, നമുക്ക് വെള്ളം തള്ളി കയറ്റണം. ഈ ഭാഗത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാരി തൂളി. തൂളി നമ്മളെവിടെ ഇടുന്നു? കത്ത് പോയി. തൂളി നമുക്ക് ഇതിനകത്ത് ഇട്ടാലോ? കാരി ഇതിനകത്ത് തന്നെ വീണ്. വേണ്ട, നിറച്ച് കൂട് വെച്ചിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് കയറ്റാം. നമുക്ക് ഈ കൂട് എടുത്തോണ്ട് പോകുന്നില്ല, നമ്മൾ ഈ കൂട് ഇവിടെ തന്നെ വെക്കുക. ഈ ഒരു കൂട് ഇതൊരു കൂടാണ്, പൊങ്ങിയിരിക്കുക. തൂളിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇടാൻ എവിടെ ഇടാനാ? ഇനിയിപ്പോൾ ഇതിനകത്ത് ഇടാൻ നോക്കുമോ? ഇതിനകത്തിട്ട് തന്നെ ഇടാം അല്ലേ? തുണിയുണ്ട്, കുറവായുണ്ട്. കൂടെ നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ശകലം പോലും മഴക്കാറ് കാണത്തില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് തെളിയട്ടെ. ഇതിനകത്ത് നല്ലൊരു മുഴുത്ത വരാലുണ്ട്. സൂപ്പർ വരാല. വരാലിനെ നമ്മൾ വള്ളത്തിലിട്ടാൽ ചാടിപ്പോവും. വരാലിനെ നമുക്ക് അതിനകത്തിടാം. വരാലുണ്ട്, കുറുവായുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് എടുക്കണം. നല്ല ചൂണ്ടപ്പല്ലായിരുന്നു. ഇങ്ങനെ പോട്ടെ.
വരാൽ വീണോ? വരാല് കപ്പത്തിന് ചാടി പോയത്. അപ്പം നമ്മൾ വരാലിന് പാത്രത്തിൽ അടച്ച് വെച്ചു. കുറുവായും നമ്മൾ ജീവനോടെ ഇട്ടിരിക്കുകയാണ്. നമ്മളിത് ഇവിടൊക്കെയാണ് കൂട് വെച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. നമുക്ക് ഇവിടെ ഇതിനകത്തൊരു വലിയ മീനുണ്ട്. ചെറുമീന ഉണ്ടോ? കൂട് താന്നിരുന്നുകൊണ്ട് ചത്തുപോയി. പെരുത്തൊരു ചെറുമീന. ഈ കൂടിന്റെ ഏതാണ്ട് കൂടിന്റെ അത്രയും നീളം, കുറച്ച് നീളം കുറവുണ്ടെന്നേ ഉള്ളൂ ചെറുമീൻ. അപ്പൊ ഇതിനകത്ത് കയറുന്ന പറഞ്ഞാൽ ഇതിന്റെ നാക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മീൻ വന്ന് കയറിയ പറഞ്ഞാൽ ഈ നാക്കങ്ങ് വികസിച്ചു കൊടുക്കും. അതുകൊണ്ടോ വീണ്ടും അത് റബ്ബർ പോലെ ചെറുതായിട്ട് തന്നെ വന്നിരിക്കും. അതാണ് ഈ കൂടിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇതുപോലുള്ള നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ മുന്നേ വീഡിയോയിലുണ്ട്. ഇത് ചെറിയ തുള്ളിയാണ് നമ്മളിതിനെ വിടുക. സൂപ്പർ സാധനമല്ലേ. ഇത് ചാകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാനൊക്കത്തില്ല. ഇത് സൈഡിൽ കിടക്കട്ടെ, നമുക്ക് കൂട് കെട്ടി വെക്കാം. നമ്മളിത് ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്, നോക്കാം. ഒരു വരാലുണ്ട്. നമ്മുടെ ഇതിന് പാത്രത്തിൽ ഇടാം. പരൽ കൊണ്ടുവരാൻ എടുത്ത പാത്രത്തിൽ ഇടാം. അപ്പം അത് നമ്മുടെ ഇവിടുത്തെ കൂട്ടിനകത്ത് നമുക്ക് ഒരു വരാലിനെ കിട്ടി. ഇത് നമ്മൾ കെട്ടി ഇവിടെ തന്നെ വെക്കുക. അടുത്ത കൂട് ദേ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരു തൂളി രാമ തൂളി, വലിയ ഭയങ്കര തൂളിയാ, ചത്തുപോയി തൂളി. പെരുത്ത തൂളിയാ. ഓക്കെ, കൂട് നോക്കാം. ചെറിയ പരല് മാത്രമേ ഉള്ളൂ. ചെറിയ പരലായതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, ഇവിടെ തന്നെ ഇടുകയാണ്. നമ്മളിവിടെ തന്നെ ഇടുക.
ഇവിടെ എങ്ങാണ്ടാ നമ്മളൊരു കൂട് വെച്ചിരിക്കുന്നു. ആ വേണ്ട അവിടെ ഇല്ല. കിഴക്കോലെടുത്ത് കുത്തിയ വെള്ളം അകന്നു പോയിരിക്കുമല്ലോ. കുറുവായ നമ്മളിത് ചാകാതെ നമുക്കിതിനകത്ത് ഒരെണ്ണത്തിനകത്ത് ഈ 2 പാത്രത്തിനകത്തും 2 വരാലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വരാൽ ഒരു പാത്രത്തിലേക്ക് ആക്കണം. റിസ്ക്കുള്ള പണിയാണ്. ചാടിപ്പോയാൽ പോയി. കുറുവ നമുക്ക് ഇതിനെ ഈ പാത്രത്തിലേക്ക് ഇടാം. കുറുവായി കൊണ്ട് പരലുമുണ്ട്. എന്തായാലും ചാകാതെ കിടക്കും. നമ്മൾ ഈ കൂട് ഇവിടെ തന്നെ വെക്കുക. നമ്മളിവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കൂട് വെച്ചിട്ടുണ്ട്. അതിവിടെ നോക്കാം. ഇതിനകത്തും 1-2 കുറുവയുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഈ കൂടി നമുക്ക് ഇവിടെ തന്നെ വെക്കാം. കുറുവായുണ്ട്, ആരകനുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് തന്നെ ഇടാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകില്ല. കൂടി നമുക്കിവിടെ തന്നെ വെക്കാം. തൂളി നമ്മളിവിടെ കെട്ടിയിട്ടിട്ടില്ലായിരുന്നു. ഇതിലെടുത്തോണ്ട് പോവാം. കാലം നിറച്ച് തൂളിയ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. ഓക്കെ, നമ്മൾ കൂടെല്ലാം പൊക്കിയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഈ മുള എടുത്തൊന്ന് കരക്കി വെക്കട്ടെ. തൂളിയെ നമുക്ക് നേരെ തൂളി നമ്മളിടുന്ന കൂടുണ്ട്, വലയുണ്ട്, വലയ്ക്കകത്തോട്ട് ഇടുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയത് ചത്ത 2 ഒരു കുറുവായും ഒരു തൂളിയാണ്. പിന്നെ കിട്ടിയിരിക്കുന്ന 2 വരാല്, കുറച്ച് ഏറെ കുറുവ, ചേറുമീൻ. ഈ 2 മീനേ ഉള്ളു, 2 തുളിയേ ഉള്ളു ചത്തുപോയത്. അത് നമ്മൾ എടുത്തിരിക്കുന്നു, കണ്ടോ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത അടിപൊളി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.